Assalamualaikum. Good morning to all. Welcome to the Max class. How are you all? I hope all of you fine and safe at home. So we can start our class with dua for knowledge. Rabbi Yasir wala tu'assir wa tamim bil khair wa bika nasta'inu ya fattahu rabbi zidni ilma rabbi zidni ilma rabbi zidni ilma. So in the last class we discussed about the perimeter. Okay, perimeter of a rectangle and a perimeter of a square. Today we are going to learn area. Okay, so area of a rectangle and area of a square. നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് റെക്റ്റാങ്കിൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്? റെക്റ്റാങ്കിളിൻ്റെയും സ്ക്വയറിൻ്റെയും പെരിമീറ്റർ ആണ് നമ്മൾ പഠിച്ചത്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ്. ഓക്കെ, സോ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. നമുക്ക് ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും നമ്മൾ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ദ ഇക്വേഷൻ ഓഫ് ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇതൊക്കെ ബേസ് ആണ്. ഇതൊക്കെ എന്താണ്? ഈ ഇക്വേഷൻസ് എല്ലാം 5 ടൈംസ് വെച്ച് നിങ്ങൾ റഫ് ബുക്കിൽ എഴുതി പഠിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു ചാപ്റ്ററിൽ മാത്രമല്ല, നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിലും, നിങ്ങൾക്ക് നെക്സ്റ്റ് അക്കാഡമിക് ഇയർ അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ എഡ്യൂക്കേഷനിൽ നിങ്ങൾക്ക് ഏറ്റവും ബേസ് ആയിട്ട് വേണ്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഓക്കെ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു breadth. Okay, next we will do the problems based on area of a rectangle. So the question is, find the area of a rectangle whose length is 60 cm and breadth is 40 cm. Okay, so length നമുക്ക് എന്താണ് മെഷർ ചെയ്യേണ്ടത്? ഏരിയ ആണ് മെഷർ ചെയ്യേണ്ടത്. ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ. സോ വാട്ട് ഇസ് ദ ഇക്വേഷൻ ഓഫ് എ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ദേ ഗിവൺ ടു ദി ക്വസ്റ്റ്യൻ ഓൾറെഡി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. ഓക്കെ, ലെങ്തും ബ്രെഡ്ത്തും എന്താണ് അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും നീളം കൂടുതലായിരിക്കും അല്ലേ? ലെങ്ത് 60 cm ആൻഡ് ബ്രെഡ്ത്ത് എത്രയാണ്? 40 cm. ഓക്കെ, ലെങ്ത് ഇസ് ഈക്വൽ ടു 60 cm and breadth is equal to 40 cm. So the equation is equal to area of a rectangle length and breadth. That is, length is 60 and breadth is 40. 60 into 40 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾക്ക് എഴുതി ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല, 2 zeros ആണ് അല്ലേ? 60യും 40യും ആണ്. ലാസ്റ്റ് 2 നമ്പേഴ്സിൻ്റെയും എൻ്റെ ചെയ്തേക്കുന്ന 0-ലാണ്. എന്ത് ചെയ്താൽ മതി? ഇതിലുള്ള ഈ നമ്പേഴ്സ് മാത്രം മൾട്ടിപ്ലൈ ചെയ്യുക. 6 4s are 24. ഓക്കെ, ദെൻ എന്നിട്ട് ഈ 0 കൊടുക്കുക, ഇവിടുത്തെ 0യും കൊടുക്കുക. സോ 2400. ഓക്കെ, ഇനി നമുക്ക് എന്താണ്? ഇതിൻ്റെ യൂണിറ്റ് എഴുതണം. സോ സ്ക്വയർ ഏരിയയുടെ യൂണിറ്റ് ആണ് സ്ക്വയർ. ഓക്കെ, ഏരിയയുടെ യൂണിറ്റ് സ്ക്വയറിലാണ് നമ്മൾ വരുന്നത്. ദാറ്റ് ഈസ് ഇവിടെ സെൻറ്റിമീറ്റർ ആണ് കൊടുത്തത് കൊണ്ട് സ്ക്വയർ സെൻറ്റിമീറ്റർ. എന്താണ്? സ്ക്വയർ സെൻറ്റിമീറ്റർ. ഏരിയയുടെ യൂണിറ്റ് സെൻറ്റിമീറ്ററിലാണ് തന്നതെങ്കിൽ സ്ക്വയർ സെൻറ്റിമീറ്റർ. സോ ഇവിടെ മീറ്റർ ആണ് 2 ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇപ്പോൾ 60 മീറ്റർ ആൻഡ് 40 മീറ്റർ ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെങ്കിൽ ഏരിയൻ്റെ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത്? ഏരിയയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് സ്ക്വയർ മീറ്റർ. ഓക്കെ, സോ ദ യൂണിറ്റ് സ്ക്വയർ, ഇവിടെ സ്ക്വയർ സെൻറ്റിമീറ്റർ. ഓക്കെ, നിങ്ങൾ ആൻസർ മാത്രം പോരാ, യൂണിറ്റ് മസ്റ്റായിട്ടും എഴുതണം. ഇത് ഇമ്പോർട്ടൻ്റ്. ആൻസറിനെ പോലെ തന്നെ യൂണിറ്റും എന്ത് തന്നെയാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ദ യൂണിറ്റ് ഓഫ് ഏരിയ എന്താണ്? സ്ക്വയർ സെൻറ്റിമീറ്റർ ഓർ സ്ക്വയർ മീറ്റർ.
ഓക്കെ, നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻസ് അനുസരിച്ച് നമുക്ക് സ്ക്വയർ സെൻറ്റിമീറ്റർ എന്നോ അല്ലെങ്കിൽ സ്ക്വയർ മീറ്റർ എന്നോ എഴുതണം. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? So what is the equation of area of a rectangle? Length into breadth. Length into breadth. Next question is, find the area of a rectangle whose length is 12 meter and the breadth is 9 meter. ഇവിടെ ഏതിലാണ് തന്നിരിക്കുന്നത്? മീറ്ററിലാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്? നമ്മളെ ഏരിയ ഓഫ് എ റെക്ടാംഗിൾ ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്തും ബ്രെഡ്ത്തും തമ്മിൽ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സോ ലെങ്ത് ഇസ് ഈക്വൽ ടു 12 meter and breadth is equal to 9 meter. Okay, so area of a rectangle is equal to, what is the equation? Length into breadth, that is 12 into 9. So 12 into 9, so 12 nines are എത്രയാണ്? 12നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 108. ഓക്കെ, 108. ദെൻ ഇനി നമ്മൾ എങ്ങനെ യൂണിറ്റ് എഴുതുന്നത്? സ്ക്വയർ സെന്റിമീറ്റർ അല്ലെങ്കിൽ സ്ക്വയർ മീറ്റർ. ഇവിടെ ഏതിലാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? മീറ്ററിലാണ് തന്നിരിക്കുന്നത്. സോ യൂണിറ്റ് സ്ക്വയർ മീറ്റർ. So what is the equation of a area of a rectangle? Length into breadth. Is it clear? Okay, the next question is, Mr. Sharma want to paint the 4 wall of his room. Each wall is 6 meter long and 4 meter wide. Find the total area he needs to paint. എന്താണ് മിസ്റ്റർ ഷാർമയ്ക്ക് അയാളുടെ റൂം എന്ത് ചെയ്യണം? പെയിന്റ് ചെയ്യണം. നമുക്കറിയാം റൂമിന് എത്ര വാൾസ് ഉണ്ട്? 4 വാൾസ് ആണ് അല്ലേ? ഓക്കെ, 4 വാൾസ് ആണ്. Then each wall is 6 meter long and 6 meter wide. Wide means breadth. Okay, ആ ഓരോ വാൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? സോ ഇത് ഒരു റൂമിന്റെ 4 വാൾസ് ആണ്. ഓക്കെ, 4 ഭിത്തിയാണ്. അതിൽ ഓരോ വാളും എന്താണ്? 6 മീറ്റർ ലോങ്ങും 4 മീറ്റർ വൈഡും ആണ്. അതായത് 6 മീറ്റർ ലോങ് ആണ്, 4 meter എന്താണ്? വൈഡ് മീൻസ് ബ്രെഡ്ത്ത് ആണ്. ഓക്കെ, ഫൈൻഡ് ദ ടോട്ടൽ ഏരിയ ഹി നീഡ്സ് ടു പെയിന്റ്. എങ്കിൽ ആ റൂമിലെ എല്ലാ വോൾസും പെയിന്റ് അടിക്കാൻ അയാൾക്ക് എത്ര ഏരിയയിലായിരിക്കും അയാൾ പെയിന്റ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു വോളിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യുക. ഈ ഒരു വോളിൻ്റെ ഏരിയ തന്നെ ആയിരിക്കും ഈ വോളിനും ഈ വോളിനും ഈ വോളിനും. ഓക്കെ, സോ എന്താ മിസ് പറഞ്ഞത്? ഫസ്റ്റിന് എന്താണ്? 4 വാൾസ്. നമ്മുടെ റൂമിൽ ഒരു വോള്
ഇവിടെ ഒരു വോള്, ഇവിടെ ഒരു വോള്, അങ്ങനെ 4 വോൾസ് ഉണ്ട് അല്ലേ, 4 ഭിത്തി ഉണ്ട് നമ്മുടെ റൂമിന്. ഓക്കെ, അതിൽ ടോട്ടലിൽ പെയിന്റ് അടിക്കാൻ എത്ര ഏരിയ ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫൈൻഡ് ദ ടോട്ടൽ ഏരിയ ഹി നീഡ്സ് ടു പെയിന്റ്. ഓക്കെ, ദെൻ എന്തൊക്കെ തന്നിട്ടുണ്ട് അവർ? ദേ ഗിവൺ ടു ദി ക്വസ്റ്റ്യൻ വാട്ട് ഈച്ച് വാൾ ഈസ് 6 meter ലോങ്. ലെങ്ത് തന്നിട്ടുണ്ട്, ആ വാളിൻ്റെ വൈഡ് ദാറ്റ് ഈസ് ബ്രെഡ്ത്ത്. ഓക്കെ, എങ്കിലാണ് ടോട്ടൽ ഏരിയ ആണ് ക്വസ്റ്റ്യൻ. ടോട്ടൽ ഏരിയ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഈ വാളിൻ്റെ ലെങ്ത് തന്നെ ആയിരിക്കും ഈ ബാക്കിയുള്ള എല്ലാ വാൾസിനും. അതുപോലെ ഈ വാളിൻ്റെ ബ്രെഡ്ത്ത് തന്നെയായിരിക്കും ബാക്കി എല്ലാ വാൾസിൻ്റെയും ബ്രെഡ്ത്ത്. സോ ഫസ്റ്റ് നിങ്ങൾ ഫൈൻഡ് ചെയ്യേണ്ടത് ഈ വാളിൻ്റെ എന്ത് ഏരിയ ഫൈൻഡ് ചെയ്യണം. എന്നിട്ട് അതിനെ 4 കൊണ്ട് എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈസ് ചെയ്താൽ മതി. ഓക്കെ, സോ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ലെങ്ത് ഈസ് ഈക്വൽ ടു 6 meter and breadth is equal to 4 meter. Then area of a wall is equal to, so what is the equation? Area of a wall, that is area of a rectangle. Okay, എന്താണ് equation? Length into breadth, that is 6 into 4, that is 24 square meter. സോ ഇതാണോ നമ്മളുടെ ഇക്വേഷൻ? ഇതല്ല നമ്മളുടെ ഇക്വേഷൻ. ഇതല്ല നമ്മളുടെ ആൻസർ. ഫൈൻഡ് ദ ടോട്ടൽ ഏരിയ ഹി നീഡ്സ് ടു പെയിന്റ്. മൊത്തത്തിൽ അയാൾക്ക് പെയിന്റ് അടിക്കാൻ ഫൈൻഡ് ദ ടോട്ടൽ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു വാളിൻ്റെ മാത്രം ഏരിയ ആണ്. സോ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? ഇത് ഇപ്പം എത്രയായി? 24 സ്ക്വയർ മീറ്റർ ആയി. ഇതും 24 സ്ക്വയർ മീറ്റർ ആണ്, ഇതും 24 സ്ക്വയർ മീറ്റർ ആണ്, ഇതും 24 സ്ക്വയർ മീറ്റർ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കിട്ടിയേക്കുന്ന ഏരിയയെ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ നമുക്ക് ടോട്ടൽ കിട്ടും. ഓക്കെ, സോ ടോട്ടൽ ഏരിയ ഓഫ് ഹിസ് വോൾ wall is equal to 4 into 24. 4 into 24. So 4 into 24 is 96 square meter. എല്ലാത്തിൻ്റെ യൂണിറ്റ് എന്താണ്? സ്ക്വയർ മീറ്റർ. ഓക്കെ, സോ ദ ആൻസർ ഈസ് 96 സ്ക്വയർ മീറ്റർ. സോ ഇസ് ഇറ്റ് ക്ലിയർ? എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? ശർമ്മയ്ക്ക് എന്ത് വേണം? പെയിന്റ് അടിക്കണം. എത്ര? 4 വാൾസിന്. ഓക്കെ, അതിൽ ഒരു വാളിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. ഓക്കെ, എങ്കിലും 4 വാൾസിനും കൂടി പെയിന്റ് അടിക്കാൻ എത്ര ഏരിയ ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ലെങ്ത് തന്നിട്ടുണ്ട്, ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്. ഇക്വേഷനിൽ നമ്മൾ ഇട്ട് കൊടുക്കുക ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ദാറ്റ് ഇസ് 6 into 4. ദ ആൻസർ ഈസ് 24 സ്ക്വയർ മീറ്റർ. ഇത് ഒരു വാളിൻ്റെ മാത്രം എന്താണ് ഏരിയ ആണ്. അങ്ങനെ എത്ര വാൾസ് ഉണ്ട്? 4 വാൾസ് ഉണ്ട്. ഓക്കെ, ദാറ്റ് ഇസ് 4 into 24. സോ ദ ആൻസർ ഈസ് 96 സ്ക്വയർ മീറ്റർ. ഇസ് ഇറ്റ് ക്ലിയർ? Next question. So next question is, the area of a rectangular playground is 150 square meters. If the width of the playground is 10 meter, find the length. ഇതിനകത്ത് എന്താണ്? നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് എന്തുണ്ട്? ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? ഏരിയ തന്നിട്ടുണ്ട്, വിഡ്ത്ത് തന്നിട്ടുണ്ട്. വിഡ്ത്ത് മീൻസ് ബ്രെഡ്ത്ത്
ആൻഡ് ഫൈൻഡ് ദ ലെങ്ത്. നമുക്ക് എന്താ മെഷർ ചെയ്യേണ്ടത്? ലെങ്ത് ആണ് മെഷർ ചെയ്യേണ്ടത്. ഓക്കെ, ദ ഏരിയ ഓഫ് എ റെക്ടാങ്കുലർ പ്ലേ ഗ്രൗണ്ട് ഈസ് 150 സ്ക്വയർ മീറ്റർ. 150 സ്ക്വയർ മീറ്റർ. സ്ക്വയർ മീറ്റേഴ്സ് എന്തോത്തിന്റെ ഇക്വേഷൻ ആണ്? ഏരിയയുടെ ഇക്വേഷൻ ആണ്. സോ ഏരിയ തന്നേക്കുന്നത് 150 സ്ക്വയർ മീറ്റേഴ്സ്. ഓക്കെ, ദെൻ ദ വിഡ്ത് ഓഫ് ദി പ്ലേ ഗ്രൗണ്ട് ഈസ്, വിഡ്ത് എത്ര തന്നിട്ടുണ്ട്? 10 മീറ്റർ. ഓക്കെ, നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ലെങ്ത് ആണ്. സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് എ റെക്ടാങ്കിൾ? ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ, area of a rectangle is length into breadth. ഓക്കെ, ഇതിൽ എന്താണ് മെഷർ ചെയ്യേണ്ടത്? നമുക്ക് എന്താണ് ഫൈൻഡ് ചെയ്യേണ്ടത്? ലെങ്ത് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ലെങ്ത് ഫൈൻഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ലെങ്ത് ഇസ് ഈക്വൽ ടു ഏരിയ ബൈ ബ്രെഡ്ത്ത്. ഏരിയ എന്ത് ചെയ്താൽ മതി? ബ്രെഡ്ത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഏരിയ എന്ത് ചെയ്താൽ മതി? ബ്രെഡ്ത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഈ ഇക്വേഷനിൽ തന്നെ നമുക്ക് എല്ലാം ഡയറക്റ്റ് ആയിട്ട് ആ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുന്ന രീതിയിലായിരിക്കത്തില്ല ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ നമുക്ക് ഓൾറെഡി ഏരിയ തന്നിട്ട് ഫൈൻഡ് ദ ലെങ്ത് ഓർ ഫൈൻഡ് ദ ബ്രെഡ്ത്ത്. ഓക്കെ, ഒന്നുകിൽ ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, ലെങ്ത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ചോദിക്കും, അല്ലെങ്കിൽ ഏരിയ തന്നിട്ട് ബ്രെഡ്ത്ത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. ഓക്കെ, സോ ലെങ്ത് ഇസ് ഈക്വൽ ടു ഏരിയ ബൈ ബ്രെഡ്ത്ത്. ഇനി ഇതുപോലെ നമുക്ക് ലെങ്ത് ആണ് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ട് ബ്രെഡ്ത്ത് ആണ് ഫൈൻഡ് ചെയ്യാൻ ചോദിച്ചെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഏരിയ ബൈ ലെങ്ത്. ഓക്കെ, ബ്രെഡ്ത്ത് ഫൈൻഡ് ചെയ്യാനാണെങ്കിൽ ഏരിയ ബൈ ലെങ്തും, ലെങ്ത് ഫൈൻഡ് ചെയ്യാൻ വന്നപ്പോഴത്തേന് എന്താ? ഏരിയ ബൈ ബ്രെഡ്ത്ത്. ഓക്കെ, സോ ഏരിയ എത്രയാണ്? 150 മീറ്റർ സ്ക്വയർ. ഏരിയ ഇസ് ഈക്വൽ ടു 150 സ്ക്വയർ മീറ്റർ. Then breadth is equal to 10 meter. Okay, then length is equal to, so എന്താണ് ഇക്വേഷൻ? ലെങ്ത് ഫൈൻഡ് ചെയ്യാനുള്ളത് ഏരിയ ബൈ ബ്രെഡ്ത്ത്, ദാറ്റ് ഈസ് 150 by 10. So the answer is 15 meter. Answer is 15 meter. ഈ ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിരിക്കുന്നത്? ഈ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഏരിയ തന്നിട്ടുണ്ട്, നമുക്ക് അതിലൊരു വിഡ്ത്ത് തന്നിട്ടുണ്ട്, ഫൈൻഡ് എന്താണ്? ലെങ്ത്. ലെങ്ത് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? റെക്ടാങ്കിളിന്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഓക്കെ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് ഇസ് ഈക്വൽ ടു ഏരിയ ബൈ ബ്രെഡ്ത്ത്. ഓക്കെ, ഏരിയ ഇസ് ഈക്വൽ ടു 150 സ്ക്വയർ മീറ്റർ, ദെൻ breadth is equal to 10 meter, length is equal to 150 divided by 10, that is 15 meter. Is it clear? Okay, so നമ്മൾ ഈ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? What we have studied in this class, the area of a rectangle. What is the equation of area of a rectangle? Length into breadth. Okay, so ഒരു ക്വസ്റ്റ്യനിൽ ഏരിയ തന്നിട്ട് ലെങ്ത് ആണ് ബ്രെഡ്ത്തും തന്നിട്ട് നമുക്ക് ലെങ്ത് മെഷർ ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഏരിയ ബൈ ബ്രെഡ്ത്ത്. അതുപോലെ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഏരിയ തന്നിട്ട് ലെങ്തും തന്നിട്ട് ബ്രെഡ്ത്ത് ആണ് ഫൈൻഡ് ചെയ്യാൻ ചോദിച്ചെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? ഏരിയ ബൈ ലെങ്ത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഐ ഹോപ്പ് all of you understand. So we will continue the next class. Let's wind up the class. Assalamu alaikum.